അതൊക്കെ നിറച്ച് തല്ലാണ്. അങ്ങനെ 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 പോകാൻ അങ്ങനെ എന്താടാ ഞങ്ങളോടെ എന്നിട്ട് എന്തെങ്കിലും കൊണ്ടുപോകണ്ട. ഞാനേ ഇവിടെ എന്നിട്ട് ഒക്കെ നോക്കണേ. കുഞ്ഞാപ്പൂ അവിടുന്ന് വരുന്ന കണ്ടിട്ട് ഇവിടെ നിന്നാണ്. ഞാനേ മോനെ രാവിലെ പോയതാണ്. ആശാത്താടക്ക് പോയി ചളി കുളിച്ചിട്ടല്ലേ വരുന്നത്. അതെ തേങ്ങ പൊറത്ത് കാളോട്ട് കണ്ടെത്തി പോയിന്നാ. കാളക്കൂട്ടല്ലേടാ തേങ്ങ പൊറക്കി കൂട്ടാൻ പോയതാടാ. അത് ശരിയാ. തേങ്ങ പൊറക്കി കൂട്ടി 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 മനേന്റെ ഊരിന്റെ ആഫീസ് കൂട്ടി ഊരാനെ പിടിച്ച് നല്ല പൈസയും കിട്ടിണ്ടാവുമല്ലോ. പൈസ ഒരു മനത്ത് കൊടുക്കാറുണ്ടെങ്കിൽ ഞാന് പറഞ്ഞേ പൈസ തന്നാളിയായിരുന്നു. ആശാത്ത പറഞ്ഞു എന്റെ അമ്മ പറഞ്ഞിരിക്കണ് പൈസ കുഞ്ഞാപ്പൂന്റെ അടുത്ത് കൊടുക്കണ്ട എന്റെ അടുത്ത് തന്നാ മതി. അമ്മ പറഞ്ഞു ആശാത്താണ് പറഞ്ഞത്ര ആണെങ്കിൽ കായ് കൃത്യമായി കിട്ടും. മറ്റുള്ളവരൊക്കെ ഇതേമാതിരി ചെക്കനെ പറഞ്ഞിട്ട് പറ്റിക്കാണ്. ലൈസൊക്കെ വാങ്ങാൻ തന്നിട്ടില്ലേ? കുറച്ച് പറ്റിക്കാണ്. അപ്പൊ നിങ്ങള് കുറച്ച് കുഴപ്പമില്ല. അങ്ങനെ മോനെ ഞാന് ആശാത്ത ചായ കുടിക്കാന്നപ്പോ ഞാൻ വേഗം വണ്ടി കയറി. ആശാത്താന്റെ മരിയോട് എന്നെ ചീത്ത എന്തിന് എന്താണ് കാലം തുറക്കാത്തോണ്ട് കയറിന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാ ഞാൻ ഓഫീസ് പണിക്ക് വന്നതല്ല, ഞാന് കൂലിപ്പണിക്ക് വന്നതാണ്. കൂലിപ്പണിക്ക് വന്നാലും ഓഫീസ് പണിക്ക് വന്നാലും അജും കാലൊക്കെ കഴിക്കൂടാറുണ്ട്. അപ്പൊ ഞാന് കാല് കൊറേണ്ട് കേക്കി കഴിക്കിയപ്പോ പെണ്ണെത്തി വരല കറണ്ട് വെറുതെ ഉണ്ടാവണമെന്നല്ല, വെള്ളത്തിൽ ഇങ്ങനെ കളിക്കലടാ. വെള്ളത്തിൽ നല്ലത് ചെയ്താലും കുറ്റം, നല്ലത് ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു നിങ്ങളെ കച്ചും കാലും കേൾക്കാൻ പറഞ്ഞു. കച്ചും കാലും കേൾക്കാൻ വെച്ചിട്ട് ഒന്നാകെ വള്ളം കളിയാടാ. എന്റെ അമ്മ കൊടുത്തിട്ടൊന്ന് കണ്ണൂര് അടക്കാൻ തരുമോ അങ്ങനൊക്കെ പറഞ്ഞാ. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ആശാത്ത എന്നോട് ആശാത്ത പറഞ്ഞു ചുണ്ടായിക്കടി ആ ചെക്കനൊന്നും പറയണ്ട, ചെക്കനെ ഒന്നും പറയണ്ട. പിന്നെ ഇട്ടേക്ക് പറയണ ചെക്കൻ ചെക്കൻ നിങ്ങളൊക്കെയാണ് ചെക്കനെ വന്നിട്ട് ആ വലിയ മുത്ത മനുഷ്യനെ ചെക്കനെ വന്നിട്ട് കൊഞ്ഞാരിക്കണത്. ഒരു വലിയൊരു മനുഷ്യനെ ചെക്കൻ പറഞ്ഞ് കൊഞ്ഞാരിക്കാണ്. ആ തള്ളന്റെ നേർക്ക് രണ്ടാട്ടം. കുഞ്ഞാക്ക് പോയിട്ടൊന്നും തോന്നണ്ട, ഉജ്ജി കജ്ജും കാര്യം വേണ്ടി ചായ കുടിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ പറയാം ആശാത്ത ഞങ്ങളെ ഓർത്തിട്ടാണ്, ഇല്ലെങ്കിൽ ഞാന് എന്താ ചെയ്യല്ലെങ്കിന്ന് വെച്ചു. അങ്ങനെ ഞാൻ വേഗം പെരേ പോകുന്ന പറഞ്ഞു. ഞാൻ പെരേ പോകുന്നോട് കളിച്ച് പോയിക്കട ഇവിടെ പണിക്കാരനെ കിട്ടാണ്ട്. പണിയെടുത്തില്ലേ? ഞാൻ പണിയെടുത്തിക്കണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു പോയിക്കോന്ന് അടിക്കാൻ പറഞ്ഞ ദിവസം. അപ്പൊ ആശാത്ത അറിഞ്ഞു വന്ന് നാവ് ഒതുക്കിക്കോ. അപ്പൊ പെണ്ണെടുത്ത് ഇഷ്ടേക്കാരല്ല നിങ്ങൾ ആരും ഇന്നെ പഠിപ്പിക്കാണ്ട് നാവ് ഒതുക്കാന്. മരിയോള് പറയാ മരിയോള് പറയാ ഇന്റെ നാവ് ഒതുക്കാനേ നിങ്ങൾ ആരും ആയിട്ടില്ല. ഇന്റെ അമ്മ ഇന്നെ ഇതിലേക്ക് ചൂരിക്കട്ട് ഈർക്കിട്ട് അടിച്ചിട്ടില്ല. അപ്പൊ തന്നെ ആശാത്ത പറഞ്ഞു അതിന്റെ കേടാണ്. അതിന് മോനെ അവിടെ ഭയങ്കര ബഹളായി. എന്നിട്ട് പെണ്ണേര് നേരെ എന്റെ നേരക്ക് ചാടി എന്റെ കാരനാണ് ഞങ്ങളെ തമ്മിൽ തെറ്റിച്ചിരിക്കുന്നത്. എന്റെ കാരനാണ് ഞാൻ പ്രശ്നം. ഞാൻ പറഞ്ഞു ഞാനൊന്നല്ലല്ലോ നിങ്ങൾ തമ്മിലല്ലേ പ്രശ്നം. അല്ലല്ല എന്റെ ഒറ്റ കാരനാണ്, എന്റെ ഒറ്റ കാരനാണിത് എന്റെ നേരക്ക് വന്നിരിക്കുന്നത്. ആശാത്ത് എന്നോട് പറഞ്ഞു ഞാൻ പോയിട്ട് ഞാൻ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ പോരാണല്ലേ? അങ്ങനെ വേണ്ടി പോന്നോ ഞാൻ നാലാളോട് പറഞ്ഞ സമാനം കിട്ടൂല്ലേ? ഇനിയിപ്പോ അവിടെ എന്തൊക്കെ ഉണ്ടായി തീരാ. അല്ലെങ്കിൽ തന്നെ ആശാത്താല് എന്താണ് ആങ്ങളെ മോളാണ്. കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. കുടുംബത്തിൽ വന്നപ്പോ ഇനി ആങ്ങളെ പറയത്ര ആസിയ പുറത്തേക്കല്ലല്ലോ അകത്തേക്കല്ലേ കൊടുക്കണ്ടല്ലോ, എന്റെ മോനെ കൊണ്ട് എന്റെ മോളണ്ട് കെട്ടിച്ചോളൂ എന്നൊക്കെ പെണ്ണ് പറയത്ര. അമ്മായിയെ പൊന്നു പോലെ നോക്കിക്കൊണ്ട് അങ്ങനെ ആശാത്താന് എന്നോട് പറയാ കല്യാണം കഴിഞ്ഞപ്പോ പൊന്നല്ല പൊന്നായിക്കണിപ്പോ. മിന്നി എറിയുന്ന മാതിരി പൊട്ടി ആശാത്ത കുടുങ്ങിയല്ലേ? ആശാത്ത കുടുങ്ങി പാവോ. അതാണ് പറഞ്ഞത് മോനെ ബന്ധത്തിന് പണ്ട ആൾക്കാര് പറഞ്ഞേ ബന്ധത്തിന് കുന്തം ചാരിയാല് ആപത്താണെന്നാണ്. അത് ശരിയാ, പണ്ടത്തെ ആൾക്കാര് പറഞ്ഞ ശരിയാണ്. കാര്യം എന്റെ അനുഭവത്തില് അവിടുന്ന് മനസ്സിലായില്ലേ? അന്യ പെൺകുട്ടികളൊന്നും പറഞ്ഞ കുഴപ്പമില്ലല്ലോ. ഇത് എന്ത് ശരിയാണ്, കുടുംബക്കാണ് കളങ്ങൂലേ തെറ്റൂല. അങ്ങനെ എത്ര പോലെ പരിധില്ലേ. അതൊക്കെ ശരിയാണ്. അപ്പൊ ചിങ്ങളെ പെണ്ണുങ്ങളൊക്കെ വിചാരം എന്താ വെച്ചാണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പിള ഒരു മാത്രം മതി. സഹിച്ച തള്ളാരൊന്നും മാപ്പിളാന്റെ ആരും അല്ല, അങ്ങനെ ഓരോ മാപ്പിളാരും മാത്രം മതി. അങ്ങനെ തന്നെ ഉമ്മ പറയും കൊറേ വൃന്ദാവനത്തിലൊക്കെ ഓരോ ജോലിക്കാരുള്ള മക്കളെ തള്ളാരും തന്നാരൊക്കെ അവര് ഇഷ്ടം പോലെ ഉണ്ടാക്കി. അപ്പൊ ഇവരൊക്കെ വിചാരം ഭർത്താവ് മാത്രം മാപ്പിള മാത്രം ചില പെണ്ണുങ്ങളെ കെണിയിട്ടിട്ട്
പിന്നെ ഈ ചെക്കന്മാരെ ഉമ്മ പറഞ്ഞ ചെക്കന്മാരെ പറഞ്ഞും കാര്യമില്ലടാ. വരെ മുന്നിൽ നിന്ന് നല്ല പോലെ ആക്കിയിട്ട് കിടക്കണ റൂമിൽ നിന്ന് പോയിട്ട് ചെക്കന്മാരെ ഇട്ടിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ഇറക്കുണ്ടാവും. തലയാണ് മന്ത്രം ചൊല്ലിട്ട്. ശരിയാ. തൽക്കാലം തന്നെ കിടക്കല്. അല്ല അങ്ങനെ പറഞ്ഞ കജ്ജൊക്കെ കടി ചായ ചോർന്ന് തിന്നട്ടെ. ഒന്നും തിന്നിട്ടില്ല അപ്പൊ അവിടുന്ന്. അവിടുന്ന് ചായ കുടിച്ചപ്പോ വലിയ ഇതായിട്ടില്ല. എന്താ ഈ വർത്താനം കേട്ടപ്പോ കേട്ടപ്പോ 14 തിന്നത് പോയി. കജ്ജൊക്കെ കഴിയിട്ടേ ഞാൻ തിന്നട്ടാ. എന്ത് ഇനിയിവിടെ എന്തെങ്കിലും ഉണ്ടോ? ഉമ്മണ്ടോടെ? ഉമ്മനെ കാണാനില്ല. ഞാൻ കൊറേ വിളിച്ച്. തന്നെ എനിക്കൊന്നും വേണ്ട. ഞാൻ പോയിക്കോ.